ഇതാണ് നമ്മൾ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മുന്തിയോമാരുടെ ഡാഷാണ് എളിയവരുടെ പിഴപ്പ്. നിങ്ങളുടെ ഭക്തി, അതായത് നിങ്ങളുടെ നേർച്ചയായാലും എന്തുമായാലും, നിങ്ങളുടെ സ്വാർത്ഥതാപൂർണമായ സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന നേർച്ചയായാലും വഴിപാടുകളായാലും എന്തു തന്നെ ആയാലും, നിങ്ങളുടെ ഭക്തി മറ്റുള്ളവന് ഒരു ഉപജീവന മാർഗം മാത്രമാണ്. നിങ്ങൾ അമ്പലത്തിൽ കാശ് കൊടുക്കുമ്പോൾ അവിടെ വിയർപ്പിന്റെ അസുഖമുള്ളവന്മാർ അതെടുത്ത് സ്വന്തം ജീവിതം മെച്ചപ്പെടുത്തും. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടാനുള്ള ഒരു ദുരാഗ്രഹത്തിന്റെ പുറത്ത് നിങ്ങൾ അവർക്ക് കൊണ്ട് കാശ് കൊടുക്കുന്നു, അവരുടെ ജീവിതം മെച്ചപ്പെടുന്നു, അത്രേ ഉള്ളൂ. ഇവിടെയും തേങ്ങയ്ക്കൊക്കെ എന്താ വില, അതുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഇരുന്ന് കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും, തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുള്ള സമയമല്ലേ, തേങ്ങ അമ്മമാർ ശേഖരിക്കുന്നു. ആ ഫ്രണ്ടിൽ ഇരിക്കുന്നവരെ കുറ്റം പറയരുത്, അവരാണ് ഈ ബിസിനസ്സിന്റെ ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ളവർ. അവരത് പെറുക്കി എടുത്ത് അവരുടെ വീട്ടിൽ കൊണ്ടുപോകുന്നു, കാര്യങ്ങൾ നടത്തുന്നു, അല്ലെ പുറത്ത് കൊണ്ടുപോയി വിൽക്കുന്നു. പക്ഷെ ആ പുറയിൽ നിന്ന് എറിയുന്നവന്മാരുടെ കാര്യം ഓർക്കുമ്പോഴും ഇതേ പരിപാടി തന്നെയാണ്. നമ്മുടെ വടക്കേന്ത്യയിലെ മറ്റേ അഴുക്ക് ചാലില് ഇത് ഒഴിക്കാൻ നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒഴുക്കി സെക്കൻഡുകൾക്കുള്ളിൽ അത് പെറുക്കി എടുക്കാൻ അവിടെ വേറെ ആൾക്കാർ നിൽപ്പുണ്ടാവും. ഇത്രയേ ഉള്ളൂ ഭക്തി എന്ന് പറയുന്ന കോമരം തുള്ളൽ.